ഇപ്പോൾ സൂക്കിയയിലേക്ക് കഴിക്കാൻ വന്നേക്കണ്ട. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 8 മണി വരെ പണിയുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ 9 വരെയായി. തലേ ദിവസം നാളെ ലീവാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുക്ക് ചെയ്ത് വരല ചടങ്ങായതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു. 3 മണിക്കൂറൊക്കെ കൂട്ടി ചെയ്തല്ലേ. സൂക്കിയയിൽ പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ ടാബിൽ, അതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ഒരു കോംബോയാണ് എടുത്തത്. ഒരു സൂപ്പും കുറച്ച് റൈസും പിന്നെ ബീഫ്, ഒരു സാലഡ്, ഒരു മിൽക്ക് ഷേക്ക്, ഇത്രയുടെ കോംബോയാണ് ഓർഡർ ചെയ്തത്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ സാധനം എത്തിയിട്ടാണ്. സോ ഇതാണ് ഫുൾ സെറ്റ്. ബീഫ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാനൊരു ലോലിപോപ്പ് വിചാരിച്ചു, പക്ഷെ ഇതല്ലായിരുന്നു. അങ്ങനെ കഴിച്ചു തുടങ്ങി. സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങി. ബീഫ് പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ലെങ്കിലും ഒരു നല്ലൊരു ടേസ്റ്റാണിത്, ഒരു പ്രത്യേക ടേസ്റ്റ്. കുറച്ച് മധുരമൊക്കെ ആയിട്ട്. റൈസിന് ഓൾറെഡി ചെറിയൊരു മധുരമുണ്ട്, അടിപൊളിയാണ്. ഇതൊക്കെ ഡ്രസ്സിങ്ങാണ്, ഞാനൊന്നും എടുക്കാറില്ല. ഇഞ്ചി ഞാനപ്പോൾ എടുക്കാറുണ്ട് കേട്ടോ, ഈ ചുവന്ന ഇഞ്ചി. പക്ഷേ ഈ വട്ടം ഞാനത് മിസ് ചെയ്ത് വിട്ടുപോയ കാര്യം. അത് റൈസിനോട് കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ 2 കഷ്ണം ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ക്കിലേക്ക് കടന്നു. ഷെയ്ക്ക് കഴിഞ്ഞിട്ട് ആപ്പിൾ കഴിച്ചു. പിന്നെ ഈ സാധനം ഒരു സ്പിന്നായിരുന്നു കേട്ടോ, കളിക്കുന്ന ഒരു ടോയ് പോലത്തെ സാധനം. ഇത് ആദ്യമായിട്ടാണ് കിട്ടണത്. പിന്നെ അതൊന്ന് കറക്കി നോക്കി. ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, കാലിയായിരുന്നു. പിന്നെ ഇതുപോലത്തെ സിംഗിൾ ചെയർ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലും കോമൺ ആണ് കേട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് പോയി കഴിക്കുന്നതൊക്കെ വളരെ സർവ്വസാധാരണമായ കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ ബില്ലും കൊണ്ടുവരും. പിന്നെ ഓർഡർ എടുക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ബില്ല് പേ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഈ ബില്ലൊന്ന് കാണിക്കണം. അവർ സ്കാൻ ചെയ്ത് തരും. പിന്നെ നമ്മൾ തന്നെയാണ് പേ ചെയ്യുന്നത്. മെഷീനാണല്ലോ എല്ലാത്തിനും. പൈസ എടുത്തു, ബാക്കി പൈസ ഒന്നു ചില്ലറ ബില്ലൊക്കെ പെറുക്കി വീട്ടിലോട്ട്.